500 രൂപ ഗീവ് അവേ. നമ്മുടെ യൂട്യൂബ് ചാനൽ ഫസ്റ്റ് ഗീവ് അവേ 500 രൂപ. ഈ പാലത്തെ കൂടി അങ്ങനെ ആരും നടന്നു പോകത്തില്ല കേട്ടോ. ഞാൻ അതാ കാണുന്നതാണ് കമ്പനി. വലിച്ചു കീറുന്ന പട്ടിട. സെക്യൂരിറ്റി രേഖാചിത്രം തുടരുന്നു. ഹായ് മച്ചാന്മാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാരിച്ചാൽ ഖരൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ എറണാകുളം ഇരുമ്പന സിഗ്നലിൽ അവിടെ നിന്ന്, അതായത് തൃപ്പൂണിത്തറയ്ക്ക് ഇപ്പുറത്തായിട്ടാണ് സംഭവം. ഇവിടെ ഞാൻ സിമെൻറ്റ് കൊണ്ടൊന്ന് ഇറക്കി, തൃപ്പൂണിത്തറ സിമെൻറ്റ് കൊണ്ടൊന്ന് ഇറക്കി തൂത്തുകൂടി കയറ്റി. അപ്പോൾ നമ്മുടെ റിട്ടേൺ ലോഡിന് വേണ്ടിയിട്ട് നമ്മുടെ സൾഫർ കയറ്റാൻ വേണ്ടി നിൽക്കും. അപ്പോൾ നാളെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് സൾഫർ ഓർഡർ ആയാൽ കയറ്റാം എന്നൊരു പ്രതീക്ഷയിൽ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. നല്ല കൊതുകുണ്ട് കേട്ടോ. കൊച്ചി ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു വലിയ ഫ്ലാറ്റൊക്കെ ഉണ്ട്. പിന്നെ കഴിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന ഒരു തട്ടുകടയൊക്കെ ഉണ്ട് അച്ഛന്മാരെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ രാവിലെ സൾഫർ കയറ്റാൻ പോവുക. സൾഫർ കയറ്റിക്കൊണ്ട് നേരെ തൂത്തുക്കുടിക്ക് വന്ന വ്ളോഗായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഈ വീഡിയോ ഇടാത്ത വേറൊന്നും കൊണ്ടല്ല, വീഡിയോ എടുക്കാൻ സമയം കിട്ടുന്നില്ല. ലാസ്റ്റ് കിട്ടുന്ന സമയമൊക്കെ കിടന്ന് ഉറങ്ങാൻ നോക്കുക. ആ പടം 1, 2, 3 മണിക്കൂറൊക്കെ ഉറങ്ങാൻ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് മാക്സിമം ഉറങ്ങാനൊക്കെ നോക്കുന്നുണ്ടാണ്. ഓക്കെ, അപ്പം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലെറ്റ്സ് ഗോ. ഹായ് മച്ചാന്മാരെ, ഗുഡ് മോർണിംഗ്. സംഭവം നൈസായിട്ടൊരു പണി കിട്ടി. ലോഡ് ഇന്ന് ആവാൻ സാധ്യതയില്ല. അതായത് മറ്റേ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഈ സൾഫർ എന്ന് പറഞ്ഞ സംഭവം അവർ ഇത് ചെയ്യുന്നത്. അപ്പം അതാണെങ്കിൽ ഇന്ന് ആവത്തില്ല, നാളെ രാവിലത്തേക്കേ ആകാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ദിവസം ഫുള്ള് ഫ്രീയാണ്. അപ്പോൾ നൈസായിട്ട് ഇവിടുന്ന് ഒരു കോള് വന്ന് വീഡിയോ കട്ടായിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ എന്തായാലും ഒരു ദിവസം ഫുള്ള് ഞാൻ ഫ്രീ ആണ്. എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ച് തൊട്ട് ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ നടക്കാമെന്നുണ്ടെങ്കിൽ തിയേറ്ററുണ്ട്, മാർക്കോ തിയേറ്ററിൽ പോയി കാണുന്ന പ്ലാൻ ചെയ്തതാണ്. ലീവ് കിട്ടാത്തതുകൊണ്ട് സിനിമ കാണാൻ പോകാനൊരു ചാൻസും കിട്ടിയില്ല. ഇതാകുമ്പോൾ ഒരു ദിവസം ഫുള്ള് ഫ്രീ ആണ്. തൊട്ടിപ്പുറത്ത് തിയേറ്ററുണ്ട്. എന്നാൽ പോയി മാർക്കോ ഒന്ന് കാണണം, മാർക്കോയും കാണണം. എന്നിട്ട് വൈകുന്നേരം പോയി നമ്മുടെ അതിൻ്റെ പേരെന്തുവായിരുന്നു, ആസിഫ് അലിയുടെയും അനശ്വരയുടെയും പുതിയൊരു സിനിമ ഉണ്ടല്ലോ, മറന്നുപോയി. അറിയാലോ, പറഞ്ഞാണോ, അവരുടെ സിനിമ. അതും പോയി ഇന്ന് കാണണം. അത് വൈകുന്നേരം കാണാം. ആദ്യം മാർക്കോ കാണാം. മാർക്കോ തിയേറ്റർ എക്സ്പീരിയൻസ് ഇസ് മസ്റ്റ് എന്നാണ് എനിക്കൊരു റിപ്പോർട്ട് കിട്ടിയത്. വയലൻസ്. അപ്പോൾ പോയി ഒന്ന് കാണട്ടെ. എറണാകുളം നഗരത്തിലൂടെ യാത്രയാകുക. നടക്കുള്ളൂ, 1.5 കിലോമീറ്റർ ഉള്ളൂ, നടന്നു പോവുക. ലോറി കൊണ്ടുവന്ന് ഇട്ടിട്ട് പടം കാണാൻ പോകുന്നത്. ഞാൻ നേരത്തെ TN വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത് പോകുമായിരുന്നു. അത് ഈ പറയണൊക്കെ 1.5 കിലോമീറ്റർ അടുത്തായിട്ടായിരുന്നു. എന്തുവാ വണ്ടി പോകുന്നുണ്ട് തിയേറ്റർ. ഈ വണ്ടി കയറി കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് ടൈം കുഴപ്പമില്ല, വണ്ടിയൊക്കെ സേഫായിട്ടിട്ടാണ് പോകുന്നത്. എന്തുവാൾ ഒരു ദിവസം സമയം ഫുള്ള് ഫ്രീ അല്ലേ, ഇനി ഇപ്പോഴെങ്കിലും ലീവൊന്നും കിട്ടത്തില്ല. അപ്പോൾ പിന്നെ ഒരു എൻ്റർടൈൻമെൻറ്റ്. അല്ലാത്തപ്പോൾ ഇപ്പോൾ ഫുൾ ടൈം ലോഡ് കയറ്റുക ഇറക്കുക, ഇത് തന്നെ പരിപാടി. ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് വേണ്ടേ, അല്ലാതെ ശരിയാകത്തില്ലല്ലോ. ഈ പാലത്തെ കൂടി അങ്ങനെ ആരും നടന്നു പോകത്തില്ല കേട്ടോ. ഞാൻ ഇന്നലെ വൈകുന്നേരം മുതൽ കടന്നിട്ട് ഇതുവഴി ആരും നടന്നു പോകുന്ന കണ്ടിട്ടില്ല. കാരണം ഇത് ചെറിയ ഇടിഞ്ഞ പാലമാണ്. പിന്നെ ഇവിടെ മൊത്തം എല്ലാവരും വണ്ടി ഉണ്ടല്ലോ, അങ്ങനെ ആരും നടന്നു പോകുന്ന റെയറായിട്ട് ഉള്ളായിരിക്കും. പക്ഷേ ഞാൻ കണ്ടില്ല ഇതുവരെ ഞാൻ കണ്ടില്ല. ഇന്നലെ വൈകുന്നേരം മുതൽ കടന്നിട്ട് ഞാൻ കണ്ടില്ല. അപ്പോൾ എല്ലാവരും നോക്കുന്നുണ്ട് നടന്നു പോകുന്നേ. ഞാൻ മനസ്സുകൊണ്ട് ഇങ്ങനെ പറയുമായിരുന്നു, 16 ലക്ഷം രൂപ 16 വീലുള്ള വണ്ടി, 52 ലക്ഷം രൂപ CC അടഞ്ഞു വരുമ്പോഴത്തേക്ക് ഒരു 57 ലക്ഷം രൂപ അല്ല 55 ലക്ഷം രൂപ കൂട്ടിക്കുക രൂപയുടെ വണ്ടി ഇട്ടിട്ടാണ് ഈ നടന്നു പോകുന്നത്. അപ്പോൾ അതാ മാർക്കോ പടം തുടങ്ങി. പടം ഞാൻ കണ്ട്, എനിക്ക് വലിയ ഇതായിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല. പടം കൊള്ളാം, കുഴപ്പമില്ല. എനിക്ക് വലിയ നമ്മളെ ഇറിറ്റേഷൻ അടിക്കുന്ന രീതിയിൽ അയ്യോ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വെക്കുന്ന രീതിയിലുള്ള സീനുകളായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. നമ്മൾ എന്താ പറയുക, ഒരുപാട് ഇംഗ്ലീഷ് സിനിമയൊക്കെ കണ്ടിട്ടുള്ള, ഇതിനേക്കാളൊക്കെ അപ്പുറം കണ്ടിട്ടുള്ള, അതൊക്കെ വെച്ചിട്ടായിരിക്കാം എനിക്ക് വലിയ ഇതായിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ കുടുംബത്തിൽ ഒരാൾ പോയെന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി പോയിട്ട് ബാക്കിയുള്ളവരെ മൊത്തം കൊല്ലിപ്പിച്ചൊരു സീനായിട്ടാണ്, അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ കഥ അടിപൊളിയാണ്, പടം എടുത്തിരിക്കുന്ന എല്ലാം അടിപൊളിയൊക്കെ തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഒരു ചെറിയൊരിത്, ഒരാൾ മരിച്ചതിന് പേരിൽ ചെന്ന് വഴക്കുണ്ടാക്കി ലാസ്റ്റ് വീട്ടിലുള്ളവരെ മൊത്തം കൊന്നുകളഞ്ഞു. ഒരു പരിപാടിയാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഉണ്ണിമൂന്തൻ്റെ അഭിനയവും ബാക്കി കാര്യങ്ങളൊക്കെ പക്കയാണ്, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. എല്ലാവരും നല്ല പെർഫോമൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഉണ്ണിമൂന്തന് ചേരുന്നുമുണ്ട് ഈ എന്താ പറയുക
ഈ ഈ ഈ റോള് ചേരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, സെറ്റാണ്. എന്താണെങ്കിലും പടം കിടക്കാനായിട്ട് കണ്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു. കണ്ടിരിക്കാം, രണ്ടാമത് കാണാനായിട്ട് തോന്നുന്നില്ല, എന്നാലും കണ്ടിരിക്കാം. സെക്കൻഡ് പാർട്ട് വരട്ടെ, നോക്കാം. അങ്ങനെ മാർക്കോ കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി. ഈ തിയേറ്ററിലാണ് നമ്മൾ പടം കണ്ടത്. ഇതാണ് സ്ക്രീൻ 1-ൽ രേഖാചിത്രം 4 മണിക്കാണ്. അപ്പോൾ അതുകൂടി കാണാൻ വേണ്ടി പോവുകയാണ്. ഒരു ദിവസം 2 സിനിമ. നമ്മൾ ആദ്യം മാർക്കോ കണ്ട്, അത് കഴിയുമ്പോൾ 4 മണിക്ക് രേഖാചിത്രമുണ്ട്. എന്തുകൊണ്ടും ഇന്നത്തെ ദിവസം ലോഡാകും. എന്നാൽ പിന്നെ കൈയോടെ 2 എണ്ണം കണ്ടേക്കാം, അതുകൂടി ഞാൻ കണ്ടേക്കാം. അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, ഇനി അതുകൂടി കാണട്ടെ. അരമണിക്കൂർ സമയമുണ്ട്. അങ്ങനെ രേഖാചിത്രം തുടങ്ങി. ഈ പടം എനിക്ക് മറ്റേ സിനിമയെക്കാളും മാർക്കോയെക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ സിനിമ കേട്ടോ. ഇത് ഒരു ഫാമിലി മൂവി, മറ്റേതും കുഴപ്പമില്ല, എന്നാലും ഇത് അതിനേക്കാളും കൊള്ളാം. ഒരു ഫാമിലി മൂവി, സൂപ്പർ കേട്ടോ. ഇത് നല്ല സിനിമയായിരുന്നു. ഇത് എനിക്ക് കണ്ടതിൽ വെച്ച് മറ്റേതിനേക്കാളും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ട്. കുഴപ്പമില്ല, നല്ല സിനിമ, സൂപ്പർ സിനിമ ഇത്. പടം കണ്ട് നമ്മൾ ഇറങ്ങി. ഞാൻ പറഞ്ഞില്ലേ ഈ റോഡ് ഭയങ്കര തിരക്കായിരിക്കും, ഇതുവഴി ആരും നടന്നു പോകത്തില്ല. അതുകൊണ്ട് ഇതിങ്ങനെ വണ്ടികൾ അടുത്തൂടെ വരും. അങ്ങനെ മച്ചാന്മാരെ, ഞാൻ ഇന്നലെ പടമൊക്കെ കണ്ട് കേട്ടോ. പടമെല്ലാം കണ്ടു കഴിഞ്ഞ് ഇറങ്ങി. വണ്ടി ഒരു 10-10:30 ആയപ്പോഴത്തേക്ക് നമ്മൾ വണ്ടി എടുത്തു. എന്നിട്ട് ആ ഓട്ടം ഇതുവരെ ഉറങ്ങിയിട്ടില്ല. ഇപ്പോൾ സമയം രാവിലെ ഒരു 8 മണിക്കടുത്താകുന്നു. ശങ്കരൻകോവിൽ എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞ്, നമ്മൾ തൂത്തുക്കുടിക്ക് പോകുന്നത് ശങ്കരൻകോവിൽ എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞ് ഇതുവരെ ഉറങ്ങിയിട്ടില്ല. ഹസ്ബൻഡ് നല്ല ബ്ലോക്കായിരുന്നു. ഹസ്ബൻഡ് നമ്മുടെ പുനലൂരിൽ നിന്ന് ചെങ്കോട്ടയ്ക്ക് വരുന്ന റൂട്ടിലെ ഒരു ഹസ്ബൻഡ് ഉണ്ട്. അവിടെ നല്ല ബ്ലോക്കായിരുന്നു. അവിടെ ഒരു 2 മണിക്കൂർ അടുത്ത് കിടന്ന്. 2 മണിക്കൂറൊക്കെ കുറവാണ്, അവിടെ 6 മണിക്കൂറൊക്കെ കിടന്നിട്ടുണ്ട്. അങ്ങനെ അവിടെ 2 മണിക്കൂർ കിടന്ന് അങ്ങനെ അവിടെ നിന്ന് താഴെ വന്ന് ഇതുവരെ ഉറങ്ങിയിട്ടില്ല. എനിക്ക് അടുത്ത ഓർഡർ ആയിട്ടുണ്ട്, സിമെൻറ്റ് കയറ്റാൻ വേണ്ടി പോകും. നമ്മൾ ഇത് കയറ്റിയില്ല കേട്ടോ, മറ്റേ ഇത് കിട്ടിയില്ല. അതായത് നമ്മുടെ സൾഫർ കിട്ടിയില്ല. പിന്നെ തിരിച്ച് തൂത്തുക്കുടിക്ക് തന്നെ കാലി ഇങ്ങി പോകുന്നു സിമെൻറ്റ് കയറ്റാൻ വേണ്ടി. അപ്പോൾ ഇനി നേരെ പോവുക, ലോഡ് കയറ്റുക, ലോഡ് കയറ്റിയിട്ട് തിരിച്ചിറങ്ങിയിട്ട് ഒരു 2 മണിക്കൂർ കിടന്ന് ഉറങ്ങുക. ഞായറാഴ്ച ഇറക്കുമെന്ന് പറയുന്നു. ഇന്ന് ശനിയാഴ്ചയാണ്. രാത്രി ഓടുക. ഇതാണ് സ്ഥലം. ഇത് ഇവിടുത്തെ കിടക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെ കേട്ടോ. കാണിച്ചു തരാം. ഇതാണ് സ്ഥലം. ഇതിപ്പോൾ നേരെ ചെല്ലുന്നത് കോവിൽപ്പട്ടി എന്ന് പറയുന്ന സ്ഥലത്തോട്ടോ. കോവിൽപ്പട്ടിയിൽ നിന്ന് നമ്മൾ എട്ടയാപുരം ചെന്ന് എട്ടയാപുരത്തുനിന്ന് നേരെ തൂത്തുക്കുടിക്കാണ് നമ്മൾ പോകുന്ന റൂട്ട്. ഇതുണ്ട്, ഇത് മറ്റില്ല അവരാ അമ്പലത്തിലേക്ക് പോകുന്നവരാ. അങ്ങനെ നമ്മൾ കോവിൽപ്പട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ നല്ല രസമായിട്ട് ഈ ലെഫ്റ്റും റൈറ്റും മരം ഇങ്ങനെ ദൂരേന്ന് നോക്കണമായിരുന്നു. അങ്ങനെ എടുക്കുമായിരുന്നുണ്ടെങ്കിൽ ഒരു ആർച്ചിനകത്തൂടെ വണ്ടി പോകുന്നത്, ആർച്ചിനകത്തൂടെ റോഡ് പോലെ തോന്നുമായിരുന്നു. ഞാൻ പക്ഷേ ഇവിടെ അടുത്തെത്തിയപ്പോഴത്തേക്കാണ് വീഡിയോ ഓൺ ചെയ്തേ. ഇതിൻ്റെ ലെഫ്റ്റ് കാണുന്നത് മറ്റേ ചോളപ്പാടം കേട്ടോ. ചോളം നിപ്പുണ്ട്. പിന്നെ ലെഫ്റ്റിൽ മറ്റേ അതിൻ്റെ പേര് മറന്നു. ചോളം നിപ്പുണ്ട്. ലെഫ്റ്റും റൈറ്റും ഒക്കെ ചോളമാണ് കൂടുതൽ നിൽക്കുന്നത്. അതാണ്ട് നോക്കിക്കാണ്ട. ഫോണിൽ കാണുന്നതിനേക്കാളും വ്യൂ നേരിട്ട് കാണാനായിട്ട്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ട ലെഫ്റ്റും റൈറ്റും. ഇതിൽ ആർച്ചിന് നടുക്കൂടെ റോഡ് പോയേക്കുന്ന കണക്കാ. പുളിയാ കേട്ടോ, പുളി. നമ്മുടെ വാളം പുളി ആണ് ഈ ലെഫ്റ്റും റൈറ്റും നിൽക്കുന്നത്. കണ്ടാ? ഇനിയിപ്പോൾ കുറഞ്ഞ് ഓപ്പോസിറ്റ് വെയിലടിക്കുന്നുണ്ട്. അതാ വലിയ ക്ലിയർ ഇല്ലാത്ത. ലെഫ്റ്റ് സൈഡിൽ കൃഷി, നമ്മുടെ ഇതിൻ്റെ ചോളത്തിൻ്റെ കൃഷിയുണ്ട്. ചിലയിടത്ത് ചോളം റെഡിയായി നിൽക്കുന്നു, ചിലയിടത്ത് ചോളം പച്ചയായി നിൽക്കുന്നു. പിന്നെ റൈറ്റ് സൈഡിൽ മറ്റേ പരുത്തിയുടെ ഉണ്ട്. അങ്ങനെ നാരകം, അങ്ങനെ അല്ലറ ചില്ലറയൊക്കെ ആയിട്ട് കൃഷികളുണ്ട് ഇവിടെ. പിന്നെ നമ്മളാ കമ്പനി സിമെൻറ്റ് കെട്ടുന്ന കമ്പനിയുടെ അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ മൊത്തം ഉപ്പുപാടമാണ്. അങ്ങോട്ട് ഞാനിതുവരെ പോയിട്ടില്ല, അങ്ങോട്ട് പോകേണ്ടതായിട്ട് ആവശ്യം വന്നിട്ടില്ല. നമ്മൾ സൾഫർ കയറ്റിയിട്ട് അവിടെ കൊണ്ടിറക്കുവാണെങ്കിൽ തിരിച്ച് ആ ഉപ്പുപാടം വഴിയാണ് വരുന്നത്. പക്ഷേ സൾഫർ നമുക്ക് കിട്ടിയില്ല, അതുകൊണ്ട് അതിപ്പോഴേ ഇനിയും കാണാൻ പറ്റത്തില്ല.
500 രൂപ ഗീവ് അവേ. നമ്മുടെ യൂട്യൂബ് ചാനൽ ഫസ്റ്റ് ഗീവ് അവേ 500 രൂപ. ഞാനിപ്പോൾ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടാത്തതുകൊണ്ട് എന്താ പറയുക, റവന്യൂ ഒന്നും ഇല്ല. എന്നാലും എന്താ പറയുക, എല്ലാം നുള്ളിപ്പെറുക്കിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും ഈ പ്രാവശ്യം ഞാനത് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യമേ പ്ലാൻ ചെയ്തു, പക്ഷെ നടന്നില്ല. ഈ പ്രാവശ്യം എന്താണ്, നമ്മൾ ഐശ്വര്യമായിട്ട് ആദ്യമേ 500 രൂപ ഗീവ് വെച്ച് നടത്തുക. 500 രൂപ ഗീവ് ചെയ്യുന്നവരെല്ലാവരും 1000-ഉം 10,000-ഉം ലക്ഷങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ 500 രൂപ ചെയ്യുന്നത് വെച്ചാൽ ആരും എന്താ പറയുക പങ്കെടുക്കാതിരിക്കണ്ട. കാരണം ഒരുപാട് പേര് എന്നെ 500-ഉം 1000-ഉം 2000-ഉം ഒക്കെ ചോദിച്ച് ഒരുപാട് പേര് മെസ്സേജ് ഇടാറുണ്ട്. പറ്റുന്നവർക്കൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, തിരിച്ച് ചോദിച്ചിട്ടുമില്ല. കുറച്ച് പേര് തിരിച്ച് തന്നിട്ടുണ്ട്, കുറച്ച് പേര് തിരിച്ച് തരാതിരുന്നിട്ടുണ്ട്. അതൊന്നും വിഷയമല്ല, ഞാൻ ആ ചോദിച്ചവരൊന്നും കുറ്റപ്പെടുത്തുമല്ല. 500 രൂപയ്ക്ക് 500 തന്നെ വേണം. അതുകൊണ്ട് നമ്മൾ ചാനലിൽ ഫസ്റ്റായിട്ട് 500 രൂപ ഗീവ് വെക്കാൻ പോവാണ്. അതിൽ നിങ്ങൾ ചെയ്യേണ്ട റൂൾസ് വേറൊന്നുമല്ല. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ തന്നെ ഒരു കമൻറ്റ് ചെയ്തിരിക്കണം. ഒരു കമൻറ്റും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഇതേ രീതി തന്നെ ചെയ്യുന്നുണ്ട്. 500 രൂപ നമ്മൾ ഗീവ് അവേ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം, യൂട്യൂബിലും പങ്കെടുക്കാം, രണ്ടിലും പങ്കെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എത്രയും കമൻറ്റ് ചെയ്യുന്നോ അത്രയും നിങ്ങൾക്ക് വിന്നറാണ് ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ ആ ബെല്ലൈക്കനോട് നിന്ന് എനേബിൾ ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ഗീവ് അവേ ആണ്. അതെന്താണെങ്കിലും ചെയ്യുക തന്നെ ചെയ്യും. കാരണം ഞാൻ വീഡിയോ ഒന്നും ഇടാത്തതുകൊണ്ട് കുറച്ച് ഇതിലൊക്കെ ആയതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. 500 അല്ല, അതിന് മേലോട്ട് 500 മേലോട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് പോലെ ഇരിക്കും. സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 500 അല്ല 5 ലക്ഷത്തിന് മേളിൽ പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പം ആരും എന്താ പറയുക പങ്കെടുക്കാതിരിക്കേണ്ട. ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഈ 2 റൂൾസും ഓക്കെ ആയിരിക്കണം. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും വേണം നിങ്ങൾക്ക് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരാളെ മെൻഷൻ ചെയ്താൽ മതി. എന്നിട്ട് ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ ഞാൻ നേടാൻ നമ്മുടെ ഈ കമ്പനി എത്താറായേ. ഈ ACC അംബുജ പഴയ മഹാ എന്ന് പറഞ്ഞ കമ്പനിയായിരുന്നു. ഇപ്പോൾ അത് ACC അംബുജ ആക്കിയിരിക്കുകയാണ്. ഞാനാണ് ഒരു വഹ കഴിച്ചിട്ടില്ല. ഇന്നലെ വൈകുന്നേരം ഒരു 3 ദോശ കഴിച്ചതാണ്. പിന്നെ ഇതുവരെ ഞാനൊരു വഹ കഴിച്ചിട്ടില്ല. കഴിക്കാനുള്ള സമയവും സന്ദർഭം ഒത്തു കിട്ടിയില്ല. ടയർ പൗഡർ ഇടണമായിരുന്നു. പൗഡർ ഇട്ട് നിറയ്ക്കാൻ വേണ്ടി നോക്കി വന്ന് ലാസ്റ്റ് ഇടുന്ന അടുത്ത് അവന്മാർ പറഞ്ഞ് ഇപ്പം പറ്റത്തില്ലെന്ന് പറഞ്ഞ്, ഇന്ന് പറ്റത്തില്ലെന്ന് പറഞ്ഞ്. ലാസ്റ്റ് പിന്നെ അവിടെ നിന്ന് പോകുന്നു. പിന്നെ വേറെ കടയൊന്നും കിട്ടിയില്ല. അങ്ങനെ പൗഡർ ഇടുന്ന കാര്യവും നടന്നില്ല ടയറിന്. ഇനിയിപ്പം ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കണം. ഇവിടെ ഞങ്ങളുടെ കമ്പനിയുടെ ഫ്രണ്ടിൽ തന്നെ ഒരു ഹോട്ടലുണ്ട്, ഈച്ചക്കൊട്ടാരെന്നാണ് ഞാൻ ഇട്ടിരിക്കുന്ന പേര്. ഇപ്പോൾ ഈച്ചക്കൊട്ടാരത്തിന് വല്ലതും കഴിക്കണം, അത് അടക്കത്തുള്ളൂ. ഞാൻ കാണിച്ചു തരാം. അടാ കാണുന്നതാണ് കമ്പനി. മരങ്കാലം കൊണ്ട് മൂടിയേക്കുക. ഇത് പ്രൈവറ്റ് റോഡാണ് കണ്ടോ, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്രൈവറ്റ് റോഡെന്ന്. അങ്ങോട്ട് വേറെ കമ്പനിയും ഉണ്ട് അവിടെ. ഇതിൻ്റെ ഫസ്റ്റ് കാണുന്നത് ഇട സൈഡിലായിട്ട് വരുന്നത് ACC അംബുജ. എടുക്കാനല്ലേ. ഫോണ് കുറച്ച് ഷെയ്ക്കാവും. ഞാൻ ഫോണ് നമ്മളെ ഈ ക്ലിപ്പേ പിടിപ്പിച്ചേക്കുവാ. ഫോൺ സ്റ്റാൻഡേ പിടിപ്പിച്ചേക്കുവാ. ഇവിടെ നമുക്ക് ലെഫ്റ്റ് അടിക്കണം. ടാങ്കർ പോയതിന് ശേഷം ബൈക്കേട്ടൻ ഇവിടെ നമ്മൾ ലെഫ്റ്റ് ഇങ്ങനെ തിരിയുമ്പോൾ നേരെ പാർക്കിങ്ങിലോട്ടാണ് ഈ കയറുന്നത്. അപ്പം സെക്യൂരിറ്റി വന്ന് ഗേറ്റ് പോകും. പൊക്കേട്ടാ സെക്യൂരിറ്റി ഇല്ലേ? സെക്യൂരിറ്റി വരുന്നുണ്ട്. സെക്യൂരിറ്റി നമ്മളെ വണ്ടി നമ്പർ നോട്ട് ചെയ്യും, നേരെ പാർക്കിങ്ങിലോട്ട് കയറ്റും. ഇതങ്ങനെ എപ്പോഴും അടച്ചിടുന്നതല്ല കേട്ടോ. ഈ ഔട്ട് എപ്പോഴും അടച്ചിടും, ഇന്നങ്ങനെ അടച്ചിടുന്നതല്ല. എന്താ പറ്റിയോ അവർക്ക് തോന്നുമ്പോൾ പോരെ. തുറക്കടേ. അപ്പം ഇതിൻ്റെ റൈറ്റ് സൈഡിലാട്ടോ ഈച്ചക്കൊട്ടാരം കേട്ടോ. ഹോട്ടൽ നേരെ കാണുന്നതാണ് പാർക്കിംഗ്. എന്താ
കേലുകളുണ്ടോ? സോറി, ഒരു കോൾ വന്നതോടെ നമ്മളെ വീഡിയോ കട്ടായിപ്പോയി. ഇതാണ് പാർക്കിങ്. ആ കാണുന്നതാണ് കമ്പനി പ്ലാന്റ് അവിടെ ആട്ട. നമ്മളിവിടെ നേരെ, ഇവിടെ എല്ലാം വെയിലാണല്ലോ. ഓക്കെ, തണൽ നോക്കി നമ്മളിവിടെ പാർക്ക് ചെയ്യാൻ പോവുകയാണ്. ബൾക്കർ കിടക്കുന്നുണ്ട്. ഇതാണ് ഇട സൈഡിൽ കിടക്കുന്നതാണ് ബൾക്കർ. ഓക്കെ, ഇവിടെ കിടക്കട്ടെ. പാർക്കിംഗ് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി നേരെ പോവുക, അപ്പുറത്ത് അവിടെ ചെല്ലുക, ഓഫീസിൽ പോയി വണ്ടി എൻട്രി ചെയ്യുക. ഇനി നേരെ ഓഫീസിൽ പോയി വണ്ടി എൻട്രി ചെയ്യുക, ചീട്ട് മേടിക്കുക, അകത്ത് കയറുക, ലോഡ് ചെയ്യുക. അകത്ത് ക്യാമറ എടുക്കാനൊന്നും പറ്റത്തില്ല, അവർ ഓടിക്കും, മൊത്തം സെക്യൂരിറ്റികളാണ്. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ബാക്കി വ്ളോഗ് അടുത്ത് എടുക്കാം. ഓക്കെ, അതുവരേക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതുപോലെ നമ്മുടെ ഗീവ് അവേ പങ്കെടുക്കാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എത്രയും കമൻറ്റ് ചെയ്യുന്നോ അത്രയും വിന്നാകാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഈ 2 റൂൾസും ഫോളോ ചെയ്തിരിക്കണം. അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിലും പങ്കെടുക്കാം. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക. അതുപോലെ എത്ര പേരെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലുള്ളവരെ മെൻഷൻ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ. ഓക്കെ, അപ്പോൾ മച്ചാന്മാരെ, ഇതിൽ നല്ല വീഡിയോ കാണാമെന്ന പ്രതീക്ഷ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ സ്വന്തം കാരിച്ചൽക്കാരൻ. മച്ചാന്മാരെ, ഇതാണ് ഈ പ്ലാന്റിന് ആഘോഷം കേട്ടോ. ഇതാണ് ലോഡിങ് പോയിന്റ് കണ്ട. ആ ബെൽറ്റിൽ നിന്ന് സിമെൻറ്റ് ഓടി നേരെ ലോഡിങ് ആരുടെ തൊട്ട് ലോഡിങ് ആരത് ലോഡ് ചെയ്യും. ഈ അടുത്ത എൻ്റെ വണ്ടിയാണ്. എന്നിട്ട് ഞാൻ അപ്പുറത്ത് കിട്ടുന്നവരെ അപ്പുറത്തിട്ട് കിട്ടിത്തരും കണ്ട. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇവിടുന്ന് വീഡിയോ പിടിക്കുന്നുണ്ട്, ചിലപ്പോൾ അവന്മാർ വഴക്ക് പറയും. ഇതാണ് പ്ലാന്റ്. അവിടെ വേറെ വണ്ടിയൊക്കെ കയറാൻ കിടപ്പുണ്ട്. എൻ്റെ വണ്ടി കയറാൻ കിടക്കുന്നു. വണ്ടി ഇപ്പം നിലവിൽ കുറവാണ്. ഓക്കെ.